അറിയോ? എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. 10-ാം അധ്യായമായ വിഭൂതി യോഗം ആണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് വിഭൂതി യോഗത്തിലൂടെ ഭഗവാൻ അർജുനൻ്റെ മുമ്പാകെ വയ്ക്കുന്നത്? അല്ലെങ്കിൽ അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നു, അങ്ങയെക്കുറിച്ച് വേദം പറഞ്ഞിട്ടുള്ളത്, മഹർഷീശ്വരന്മാർ പറഞ്ഞിട്ടുള്ളത് എല്ലാം എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ എങ്ങനെയാണ് അങ്ങയെ ഉപാസിക്കേണ്ടത്? എൻ്റെ ധ്യാനത്തിനും മനനത്തിനുമൊക്കെ ഏതു വിധത്തിൽ അങ്ങയെ എനിക്ക് ലഭ്യമാകും? വളരെ പ്രസക്തിയുള്ള ഒന്നാണ്. ഈശ്വരൻ എന്ന ശബ്ദത്തിന് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പരമകാരണമായിട്ടുള്ളവൻ എന്നൊക്കെയാണ്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് ഒരാൾക്ക് സാക്ഷാത്കരിക്കുന്നതിന് വഴി എന്താണ്? അപ്പോൾ അർജുനൻ്റെ അതെനിക്ക് അശേഷം ഒന്നും വിട്ടുപോകാതെ എനിക്ക് പറഞ്ഞു തരണം എന്നും ആവശ്യപ്പെട്ടു. സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ച്, ഓരോരുത്തരെ സംബന്ധിച്ചും അതിനുള്ള ഉപായങ്ങൾ എന്തൊക്കെയാണ് എന്നത് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിലൂടെയൊക്കെയാണ് നമ്മൾ ഈ ഓരോരോ ബിംബങ്ങളെ, പ്രതീകങ്ങളെ നമുക്ക് ചൂണ്ടിത്തരികയാണ്. അപ്പോൾ ഈ പ്രതീകങ്ങൾ ഇപ്പം ഭഗവത്ഗീത സംസാരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഈ വിഗ്രഹം എന്ന് പറഞ്ഞാൽ തന്നെ തത്വത്തെ ഗ്രഹിപ്പിക്കാൻ അന്വർത്ഥമായത്, അല്ലാതെ ശിലയിൽ തീർക്കുന്നതോ മരത്തിൽ തീർക്കുന്നതോ ലോഹത്തിൽ വാർത്തെടുക്കുന്നതോ മാത്രമല്ല. എല്ലാം വിഗ്രഹങ്ങളാണ്. പ്രതിമ എന്ന് പറഞ്ഞാലും അതാണ്. ബിംബങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഓരോരോ ബിംബങ്ങളെ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വെച്ച് തരികയാണ്. അതിലൊന്ന് ആദ്യം തന്നെ ഭഗവാൻ പറയുന്നത്, സൂര്യൻ ഞാനാണ്, ചന്ദ്രൻ ഞാനാണ്. ഇങ്ങനെ ഓരോന്നിനെ നമ്മുടെ മുൻപിൽ കൈലാസ പർവ്വതം ഞാനാണ്. അപ്പോൾ ഈ ചരിക്കുന്നതും ചരിക്കാത്തതും ചലവും അചലവുമായിട്ടുള്ളതും പ്രപഞ്ചത്തിലെ ഓരോരോ ഘടകങ്ങളെ നമുക്ക് ഇത് ഞാനാണെന്ന് പറയുമ്പോൾ അതിലൂടെ നമുക്ക് എന്തു ചെയ്യാം? നമ്മുടെ ഒരു ഉപാസനയെ ദൃഢപ്പെടുത്താം. അതാണ് ഇന്നലെ നമ്മൾ നിങ്ങളോട് സൂര്യോദയത്തെയും സൂര്യാസ്തമയത്തെയും, സൂര്യൻ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടോ? സൂര്യനുമായി നമുക്കൊരു അഭേദ്യമായ ബന്ധമുണ്ടാക്കാൻ സാധിക്കുന്നുണ്ടോ? ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതാണ് ഈശാവാസ്യ ഉപനിഷത്തിൽ സൂര്യോപാസന ചെയ്യുന്ന ആ ഉപാസകൻ, സൂര്യൻ എന്നത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, സൂര്യൻ എന്നത് താൻ സത്യത്തെ സാക്ഷാത്കരിക്കാൻ സ്വീകരിച്ചിട്ടുള്ള ഒരു ഉപാധിയാണ്, ഒരു ബിംബമാണ്, വിഗ്രഹമാണ്. എന്നാൽ ആ വിഗ്രഹത്തോടുള്ള തൻ്റെ പ്രാർത്ഥന എന്താണ്? വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ഈശ്വരൻ എന്നാണോ? അല്ല. എന്താ അവിടെ പറയുന്നത്? ഹിരൺമയേന പാത്രേണ സത്യസ്യാപി ഹിതം മുഖം തത്വം പൂഷൻ അപാവൃണു സത്യധർമായ ദൃഷ്ടയെ. സത്യധർമായ, സത്യത്തെ ധർമ്മമായി സ്വീകരിച്ചിട്ടുള്ള എനിക്കായിക്കൊണ്ട് സാധകൻ തന്നെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് സൂര്യന് മുമ്പാകെ. സത്യത്തെയാണ് ഞാൻ ധർമ്മമായി സ്വീകരിച്ചിട്ടുള്ളത്. ആ സത്യധർമ്മമായ എനിക്കായിക്കൊണ്ട്, ഹേ പൂഷൻ, അല്ലയോ പ്രപഞ്ചത്തെ മുഴുവൻ പോഷിപ്പിക്കുന്നവനെ, ഹിരൺമയേന പാത്രേണ, ഹിരൺമയമായ സ്വർണമയമായ പാത്രേണ മൂടികൊണ്ട്, സത്യസ്യ മുഖം അഭിഹിതം, സത്യത്തിൻ്റെ മുഖം മറയ്ക്കപ്പെട്ടിരിക്കുന്നു. സത്യത്തിൽ സൂര്യൻ്റെ മുഖം തന്നെ സത്യത്തെ മറച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ മൂടിയെ ഹിരൺമയേന പാത്രേണ സത്യസ്യ മുഖം അഭിഹിതം, ഹേ പൂഷന്, അല്ലയോ സൂര്യ പോഷിപ്പിക്കുന്നവനെ, അപാവൃണു, അത് മാറ്റിയാലും. എന്തിനായിട്ട്? എനിക്ക് സത്യത്തെ ദർശിക്കാനായിട്ട്. അപ്പോൾ അത് മറയപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഏത് വിഗ്രഹമാണെങ്കിലും പ്രതിമയാണെങ്കിലും സത്യത്തെ ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുന്നതാണത്.
ആ മൂടുപടം മാറ്റിയാലേ സത്യത്തെ കാണാൻ സാധിക്കൂ. അപ്പോൾ അതിന് എന്തു വേണം? അങ്ങനെ ഒരു പ്രതീകം ആവശ്യമുണ്ട്. ഞാൻ പ്രതീകം ആവശ്യമില്ല എന്നൊരു ഘട്ടം വരുന്ന സമയത്ത് പ്രതീകം വേണ്ട. അതുകൊണ്ടാണ് അടുത്ത മന്ത്രത്തിൽ, ഈ ഈശാവാസ്യോപനിഷത്തിലെ മന്ത്രമാണ് പറയുന്നത്. അപ്പോൾ അടുത്ത മന്ത്രം കൊണ്ട് അതിൻ്റെ സാക്ഷാത്കാരം പറയുന്നുണ്ട്. അതെന്താണ്? അവിടെ ഈ ശിഷ്യൻ പറഞ്ഞു, പിന്നെ അവിടെ അങ്ങോട്ട് അത് അവസാനിക്കുന്നുണ്ട്. പൂഷന്നേകർഷ യമസൂര്യ പ്രാജാപത്യവ്യൂഹ രശ്മീൻ സമൂഹ തേജോ യത്തേ രൂപം കല്യാണതമം തത്തേ പശ്യാമി യോസാവസൗ പുരുഷസോഹമസ്മി. എന്താണ്? ഏതൊന്നാണോ ഹേ സൂര്യ, അങ്ങയുടെ ഈ കിരണങ്ങളെയൊക്കെ ഉപസംഹരിക്കും. പൂഷന്നേകർഷ യമസൂര്യ, പൂഷന് ഏകർഷേ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നവൻ, യമ എല്ലാറ്റിനെയും നിയമനം ചെയ്യുന്നവൻ, അനേക വിശേഷണങ്ങളെ കൊണ്ട് സൂര്യനെ പ്രകീർത്തിക്കുക. പൂഷന്നേകർഷ യമസൂര്യ പ്രാജാപത്യ, പ്രജാപതിയുടെ സന്താനമേ, വ്യൂഹരശ്മീൻ സമൂഹ, ഈ രശ്മിക്കൂട്ടങ്ങളെ ഒന്ന് ഉപസംഹരിക്കും. എന്താണ്? യത് തേ കല്യാണതമം രൂപം, യാതൊന്നാണോ തേ അങ്ങയുടെ മംഗളകരമായിട്ടുള്ള ശരിയായ രൂപം, അത് ഞാൻ കാണട്ടെ. അതിനായിട്ട് ഈ രശ്മികളെയൊക്കെ ഒന്ന് ഉപസംഹരിക്കൂ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉടനെ ഇതിനെ വിഡ്രോ ചെയ്ത് നിങ്ങൾ കാണിക്കാൻ പോകുന്നു എന്നല്ല. ഇതാ ഞാൻ അതിനപ്പുറത്തേക്ക്, ഈ രശ്മികൾക്കൊക്കെ അപ്പുറത്തേക്കുള്ള കല്യാണതമമായിട്ടുള്ള ഒരു രൂപമുണ്ട്, അതിനെ ഞാൻ കാണട്ടെ എന്നാണ്. കാണട്ടെ എന്ന് ഞാൻ പറയലും പിന്നെയുള്ള മന്ത്രത്തിൻ്റെ ആ അവസാന പാദം എന്താണ്? യോസാവസൗ പുരുഷ സോഹമസ്മി എന്നാണ്. യഹ അസൗ പുരുഷ, യാതൊരു പുരുഷനാണോ പൂർണ്ണനായിരിക്കുന്നതാണോ സൂര്യനുള്ളത്, അത് അഹമസ്മി, ഞാനതാകുന്നു. യോസാവസൗ പുരുഷ സോഹമസ്മി, അത് ഞാനാകുന്നു. അപ്പോൾ സൂര്യനെ സൂര്യനാക്കി നിർത്തുന്നത് എന്തോ അത് ഞാനാണ്. അപ്പോൾ സൂര്യോപാസനയിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നത് അതാണ്. അതുകൊണ്ട് ഈ ഈശാവാസ്യത്തിൽ ഈ മന്ത്രം വളരെ പ്രസിദ്ധമാണ്. ഇത് നിങ്ങൾക്ക് ഏത് ക്ഷേത്രത്തിൻ്റെ നടയിൽ പോയിട്ടും ഒരു മന്ത്രമായിട്ട് സ്വീകരിക്കാവുന്നതാണ്. ഏതിനോടും ഏത് പ്രതീകത്തോടും ഉള്ള പ്രാർത്ഥന എന്താണ്? ഇതാണ്. ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം പൂഷന്നപാവൃണു സത്യധർമായ ദൃഷ്ടയേ. എനിക്ക് ആ സത്യത്തെ കാണിപ്പിച്ചു തരണം. അതിപ്പോൾ നമ്മുടെ ഇതേ മന്ത്രം തന്നെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇതേ മന്ത്രത്തിൻ്റെ ഇതേ രീതി, ഫോർമാറ്റ് തന്നെയല്ലേ, ആ ഒരു രീതിയല്ലേ നമുക്ക് സ്വസ്വരൂപത്തെ അനുസന്ധാനം ചെയ്യുമ്പോൾ? അതെ. അവിടെ എന്താണ് പറയുന്നത്? ഇതിനെയാണ് നേതി നേതി എന്ന് പറയുന്നത്. ഇതല്ല. മനോ ബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നച ശ്രോത്രജിഹ്വേ നച ഘ്രാണനേത്രേ നച വ്യോമ ഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. മനസ്സ്, ബുദ്ധി തുടങ്ങിയിട്ടുള്ള ചിത്തം, അന്ധക്കരണ വൃത്തികളൊന്നും നാഹം, ഞാനതല്ല. നജ ശ്രോത്ര ജിഹ്വേ നജ ഘ്രാണ നേത്രേ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഇത് ഞാനല്ല. നജ പ്രാണസംജ്ഞ, പ്രാണൻ എന്ന പേരോട് കൂടിയിട്ടുള്ള പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, കൃകലൻ, ദേവദത്തൻ, ധനഞ്ജയൻ, നാഗൻ, കൂർമൻ, ഇതൊന്നും ഞാനല്ല. ചിദാനന്ദരൂപ, ഞാൻ ആനന്ദമാണ്. ശിവോഹം, ശിവം, അത് മംഗളമാണ്, അതാണ് ഞാൻ. അപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമില്ല. മറ്റേത് അനുസന്ധാനം ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ഇതിൽ സഗുണ ആരാധനയും നിർഗുണ ആരാധനയും രണ്ടും ഒന്നാണ് കാര്യം. സഗുണത്തിൽ എന്തുണ്ട്? ഈ കാണുന്നതല്ല ഇതല്ല അത് എന്ന് എനിക്ക് ബോധിപ്പിച്ചു തരൂ. മറ്റതിലോ ഈ പറയുന്ന എൻ്റെ ഇന്ദ്രിയ വൃത്തികൾ, ഇതൊന്നും ഞാനല്ല.
അപ്പോൾ ഈ സത്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് ഭഗവാൻ തന്നെ പല പല നമ്മുടെ മനസ്സിന് ഹൃദ്യമായിട്ടുള്ളത് എന്താണോ ഇതിലേത് വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. അതുകൊണ്ട് അതല്ല, അതിനെയും നിലനിർത്തുന്നതാണ് അതെന്ന് പറയുമ്പോൾ ഇതിനെ നിങ്ങൾ നിഷേധിക്കേണ്ട, ഇതിലൂടെ അതിലേക്ക് പോയാൽ മതി. നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, ദേശീയ പതാക എന്ന് പറയുന്ന തുണിയല്ല ദേശം, അതൊരു റെപ്രസെൻറ്റേഷനാണ്. ദേശം എന്ന് പറയുന്നത് എന്താ? നമ്മളൊക്കെയാണ് അതിന് അസ്തിത്വം നൽകുന്നത്, നമ്മളൊക്കെ ചേരുന്നതാണ് നമ്മുടെ ദേശം. അല്ലാതെ ഏതെങ്കിലും കോൺക്രീറ്റ് ബിൽഡിംഗ് ആണോ ദേശം? അല്ല. അപ്പോൾ അവിടെ ദേശീയത എന്ന് പറയുമ്പോൾ എന്തുണ്ട്? നമ്മുടെ സംസ്കാരമുണ്ട്, വൈവിധ്യമാർന്ന ഭാഷകളുണ്ട്, നമ്മുടെ ആചരണങ്ങളുണ്ട്, അനേകങ്ങൾ സമ്മേളിക്കുന്നതാണ്. അത് എന്നെയും കൂടെ, ഞാനും കൂടെ ഉൾപ്പെടുന്നതാണത്. എന്നെ മാറ്റിയിട്ട് ഒരു ദേശമോ ദേശീയതയോ ഉണ്ടോ? ഇല്ല. അതുപോലെ ഇവിടെ ഓരോരോ അടയാളങ്ങൾ, മനോഹരമായിട്ടുള്ള അടയാളങ്ങൾ തരിക. ദ്വാദശ ആദിത്യന്മാരിൽ, സപ്തമരുക്കളിൽ, ഇതിലൊക്കെ ഭഗവാന്റെ, പരമാത്മാവിൻ്റെ വിഭൂതികൾ, വിശേഷണയുള്ള ഭാവത്തെ അവതരിപ്പിക്കുന്നു. അങ്ങനെ വേദാനാം സാമവേദോസ്മി, വേദങ്ങളിൽ ഞാൻ സാമവേദമാണ്. ദേവാനാമസ്മി വാസവഹ, ഞാൻ ദേവന്മാരിൽ ഇന്ദ്രനാണ്. അതുപോലെ ഇന്ദ്രിയാണാം മനഃ, ഇന്ദ്രിയങ്ങളിൽ ഞാൻ മനസ്സാകുന്നു. ഭൂതാനാം ചേതന, ജീവജാലങ്ങളുടെ ചേതന, ആ ജീവൻ, അതിൻ്റെ ആ പ്രാണൻ, അത് ഞാനാകുന്നു. അപ്പം ഇതൊക്കെ തിരിച്ചറിയുമ്പോൾ വലിയൊരു മാറ്റം നമ്മളിലുണ്ടാവും. അല്ലാതെ ഇന്ന ജീവിയിലെ പ്രാണൻ മാത്രമേ ഞാനാകുന്നുള്ളൂ, മറ്റേ ജീവിയൊന്നും എന്നെ സംബന്ധിക്കുന്നതല്ല, അങ്ങനെയല്ല. എല്ലാ ജീവജാലങ്ങളും. അപ്പോൾ ഭഗവാൻ ഇഷ്ടപ്പെട്ട ജീവി, ഇഷ്ടപ്പെടാത്തത് എന്നില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോവാൻ. രുദ്രാണാം ശങ്കരശ്ചാസ്മി വിത്തേശോ യക്ഷരക്ഷസാം വസൂനാം പാവകശ്ചാസ്മി മേരു ശിഖിരണാമഹം. ഞാൻ രുദ്രന്മാരിൽ ശങ്കരനാണ്, സാക്ഷാൽ ശിവൻ തന്നെ. യക്ഷരക്ഷസുകളിൽ ഞാൻ കുബേരനാണ്, വസുക്കളിൽ അഗ്നിയാണ്, പർവ്വതങ്ങളിൽ ഞാൻ കൈലാസമാണ്. ഹിമാലയത്തെക്കുറിച്ചും ഭഗവാൻ പറയാൻ പോകുന്നുണ്ട്. ഞാൻ ഹിമാലയമാണ്, സ്ഥാവരാണ് ഹിമാലയ, വരും ശ്ലോകത്തിൽ കാണാം നമുക്ക്. ഇത്ര വരെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. തുടർന്ന് ഭഗവാൻ പറയും 24-ാമത്തെ ശ്ലോകത്തിൽ, പുരോധസാഞ്ച മുഖ്യം മാം വിദ്ധി പാർത്ഥ ബൃഹസ്പതിം സേനാനീനാമഹം സ്കന്ദഃ സരസാമസ്മി സാഗരം സരസാമസ്മി സാഗരഃ. ഹേ പാർത്ഥ, മാം എന്നെ, പുരോധസാം പുരോഹിതന്മാരിൽ, പൗരോഹിത്യത്തെ സ്വീകരിച്ചിട്ടുള്ളവരിൽ ഞാൻ ആരാണ്? ബൃഹസ്പതി, ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി ഞാനാകുന്നു എന്ന് അറിഞ്ഞാലും, വിദ്ധി മനസ്സിലാക്കിയാൽ. അതുപോലെ സേനാപതികളിൽ ഞാൻ അഹം സ്കന്ദഃ, ഞാൻ സുബ്രഹ്മണ്യനാണ്, ഞാനാകുന്നു സുബ്രഹ്മണ്യൻ. സരസാം, ജലാശയങ്ങളിൽ അഹം സാഗരഃ അസ്മി, സമുദ്രം ഞാനാകുന്നു. അങ്ങനെ പുരോഹിതന്മാരിൽ മുഖ്യ ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി ഞാനാകുന്നു. അതുപോലെ തന്നെ സേനാപതികളിൽ ഞാൻ സുബ്രഹ്മണ്യനാകുന്നു, ജലാശയങ്ങളിൽ ഞാൻ സമുദ്രമാകുന്നു. തുടരുകയാണ്. മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മേകമക്ഷരം യജ്ഞാനാം ജപയോ യജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയഃ. മഹർഷീണാം അഹം ഭൃഗുഃ, മഹർഷിമാരിൽ ഭൃഗു ഞാനാകുന്നു. ഗിരാം എന്ന് പറഞ്ഞാൽ വാക്ക്,
ഏകം അക്ഷരം, ആ ഏകമായ അക്ഷരം, വാക്കിൽ ഞാൻ എന്താണ്? ഏകാക്ഷരമാകുന്നു എന്ന് പറഞ്ഞാൽ പ്രണവമാകുന്നു, ഓങ്കാരമാകുന്നു. യജ്ഞാനാം, യജ്ഞങ്ങളിൽ ജപയജ്ഞോസ്മി, ഞാൻ ജപയജ്ഞമാണ്. ജപിക്കുക എന്ന യജ്ഞം ഞാനാകുന്നു, എനിക്കതാണ് താല്പര്യം എന്ന് പറയാം. സ്ഥാവരാണ, സ്ഥാവരങ്ങളിൽ ഇളകാതെ നിൽക്കുന്നതിൽ അഹം ഹിമാലയ, ഞാൻ ഹിമാലയമാണ്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചാൽ ഹിമാലയമാണ്. ഹിമാലയത്തിലൊക്കെ വെച്ച് മരിക്കണം എന്നാണ് ആഗ്രഹം. മരിക്കാനൊക്കെ, നമ്മുടെ ശരീരം ഉപേക്ഷിക്കാൻ ഏറ്റവും പോകുന്ന സ്ഥലമാണ് ഹിമാലയം. എല്ലാം നല്ല സ്ഥലമാണ്, പക്ഷെ എന്നാലും നമുക്കൊക്കെ തോന്നാറുണ്ട് ഹിമാലയമാണ് നമ്മുടെ തറവാട്. നിങ്ങൾക്കും ഒരിക്കൽ ഹിമാലയത്തിൽ പോയി കഴിഞ്ഞാൽ അത് ഇവിടെ വരാൻ എന്താ വൈകിയത് എന്ന് തോന്നും. ഹിമാലയത്തിന് നമ്മളോട് വല്ലാത്തൊരു ബന്ധമുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതമാണ് ഹിമാലയം. കാരണം അടുത്ത കാലത്താണല്ലോ, അടുത്ത കാലത്ത് നമ്മൾ പറയുമ്പോൾ ഭൂമിയുടെ സമുദ്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇവൻ രൂപപ്പെട്ട് വന്നതൊക്കെ അതിൻ്റെ കാലഗണന എടുക്കുമ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞതാണ്. ആൽപ്സിനേക്കാളൊക്കെ പ്രായം കുറവാണ്. ലോകത്ത് എത്രയോ പർവ്വത നിരകളുണ്ട്. ആൽപ്സ് ഇതേപോലെ മനോഹരമായിട്ടുള്ള പർവ്വത നിരകളാണ്. അതിലുള്ളതാണ് മോൺ ബ്ലാങ്ക്. പക്ഷെ ഈ പർവ്വതങ്ങളൊന്നും ഹോൾഡ് ചെയ്യാത്ത, അവകാശപ്പെടാത്ത, പർവ്വതം സ്വയമേവ അവകാശപ്പെടുകയല്ല, പക്ഷേ ലോകത്ത് എവിടെയൊക്കെ ഉണ്ടെന്നറിയോ പർവ്വതങ്ങൾ? എല്ലായിടത്തും ഉണ്ട്. അതിനൊക്കെ പേരുകളും ഉണ്ട്. അതിമനോഹരമായ പാട്ടുകളൊക്കെ ഉണ്ട് പല പർവ്വതങ്ങളുടെ. ഇപ്പോൾ അമേരിക്കയിലൊക്കെ എത്രയോ പർവ്വതങ്ങളുണ്ട്. എവറസ്റ്റ് ഏറ്റവും ഉയരം കൂടിയതാണെന്ന് നമുക്കറിയാം. എവറസ്റ്റൊക്കെ നമ്മുടെ ഈ പർവ്വത നിരകളോട് ചേർന്ന് നിൽക്കുന്ന ഫാമിലിയാണ്. കാഞ്ചൻഗംഗ, നമ്മൾ കൈലാസ യാത്ര പോകുമ്പോൾ എവറസ്റ്റ് ഒരു മൗണ്ടനേറിയൻ ഫ്ലൈറ്റ് ഉണ്ട്, വന്നിട്ടുള്ളവർക്കറിയാം. അതിമനോഹരമാണ്. അത് നമുക്ക് പൈലറ്റിൻ്റെ കോക്ക്പിറ്റിലിരുന്ന് അവരിതൊക്കെ കാണിച്ചു തരും. നമുക്ക് ചെറിയൊരു മാപ്പ് തരും. ഇന്ന് എവറസ്റ്റ് എവിടെയാണ്, നന്ദാദേവി എവിടെയാണ്, ഇങ്ങനെ എല്ലാ പർവ്വതങ്ങളെയും. അപ്പോൾ നമുക്കതിങ്ങനെ കാണാം. അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. അപ്പോൾ ഈ പർവ്വത നിരകളൊക്കെ നമ്മുടെ ഹിമാലയൻ എല്ലാം ഓരോന്നിനും പേരുകളുണ്ട്. അത്ഭുതപ്പെട്ടു അവിടെ ഉള്ളവർ ഇതിൻ്റെ പേരുകളൊക്കെ പറയുമ്പോൾ. ഇതിനൊക്കെ കഥകളുണ്ട്. ഇതൊക്കെ പണ്ട് ചിറകുള്ളവന്മാർ ആയിരുന്നു, പറന്ന് നടക്കുന്നവരായിരുന്നു എന്നൊക്കെയുള്ള കഥ ഉണ്ടല്ലോ. ചിറകരിഞ്ഞു വീഴ്ത്തിയതാണ്. ഇങ്ങനെയുള്ള ഋഷിമാരുടെ, തപോധനന്മാരുടെ സമ്പർക്കം കൊണ്ട്, അവരുടെ വാസം കൊണ്ട് ഒരു അത്തരത്തിലുള്ള അഭേദ്യമായ ബന്ധം ഉള്ള ലോകത്തിലെ ഏക പർവ്വത നിരകളാണ് ഈ പറഞ്ഞ കൈലാസവും ഹിമാലയവും ഒക്കെ. ആ പർവ്വതനിര മൊത്തം ഇപ്പം ഇങ്ങനെ നമ്മുടെ വിരലിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതുപോലെ ഉണ്ട്. അതാണ്, ഇങ്ങനെയാണ് ആ പർവ്വത നിരകൾ. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് മാപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഗംഗോത്രി, യമുനോത്രി, കേദാർ, ബദരി, കൈലാസം. അതിൻ്റെ കിടപ്പ് അങ്ങനെയാണ്. നമ്മുടെ സന്യാസം തന്നിട്ടുള്ള ഗുരുവായിട്ടുള്ള കാശികാനന്ദഗിരി സ്വാമികൾ കേദാർ വഴി കൈലാസത്തിലേക്ക് പോയിട്ടുള്ള ആളാണ്. പണ്ട് കാലത്ത് നമ്മുടെ ആളുകൾ അങ്ങനെ പോയിരുന്നു. ഇന്നാണല്ലോ തിബറ്റൊക്കെ, ഇന്നെന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ടുണ്ട് തിബറ്റ് ചൈനയുടെ അണ്ടറിലാണ്.
ശിവൻ ചൈനക്കാരനാണ് കുറേ കാലമായിട്ട്. അപ്പോൾ ആ റേഞ്ചെല്ലാം, അന്നപൂർണ റേഞ്ചെല്ലാം നമ്മൾ ഈ ഹിമാചൽ പ്രദേശിലാണോ ഇതെന്ന് ചോദിച്ചാൽ കുറച്ചേ ഉള്ളൂ ആ ഭാഗത്തൊക്കെ. ബാക്കിയുള്ള എല്ലാം എന്താ, ഹിമാലയം മുഴുവനുള്ളത് ഉത്തരാഖണ്ഡിലാണ്. ഗംഗോത്രി, യമുനോത്രി, കേദാർ, ബദ്രി, പിന്നെ ഈ പ്രധാനപ്പെട്ട നദികളുണ്ടല്ലോ. ഗംഗോത്രിയിൽ നിന്ന് ഒഴുകുന്ന ഗംഗ, യമുനോത്രിയിൽ നിന്ന് വരുന്ന യമുന, ബദ്രിയിൽ നിന്ന് വരുന്ന അളകനന്ദ, മന്ദാകിനി, ഇങ്ങനെ പ്രധാനപ്പെട്ട ഗംഗയും യമുനയും അളകനന്ദയും സരസ്വതിയും ധൗളീഗംഗ, അതുപോലെ പുഷ്പവതി, നമ്മുടെ വാലി ഓഫ് ഫ്ലവേഴ്സ് ഒട്ടുക്കത്തെ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. എന്ത് മനോഹരമായിട്ടുള്ള ട്രക്കിംഗ് ആണെന്ന്. വാലി ഓഫ് ഫ്ലവേഴ്സ് ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം നമ്മൾ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും, സ്ഥാവരാണാം ഹിമാലയ, ഒഴുകുന്ന നദികളിൽ ഞാൻ ഗംഗയാണെന്നൊക്കെ പറയാൻ പോവുക. വിഭൂതി കേട്ട് വിഭൂതി അറിയുക, ഗംഗയുടെ തീരത്തിരിക്കുക. ഞങ്ങളൊരു യാത്ര, നമുക്ക് ഹിമാലയ യാത്രയിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട്. ചിലതിലൊക്കെ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് അറിയാതെ ഫോം ചെയ്യപ്പെടും. അറിയാതെ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ്, അത് അങ്ങനെ വരിക. നമ്മൾ ആളുകളെ ഈ ഹിമാലയത്തിൽ നമുക്ക് എന്താ പറയുക, ഈ പണ്ട് ചിന്മയാമിഷനിലിരിക്കുമ്പോൾ കുറേ പരിമിതികളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ഹിമാലയത്തിലൊക്കെ പോകുമ്പോൾ ആളുകളെ ബസ്സിൻ്റെ മുകളിൽ കയറ്റി ഇരുത്താറുണ്ട്. നമുക്ക് പ്രിയപ്പെട്ടൊരു പരിപാടിയാണ് ബസ്സിൻ്റെ മുകളിൽ റിസ്ക്കാണ്. കാരണം തലമണ്ടയുടെ മുകളിൽ കൂടെയാണ് ഈ പാറക്കെട്ടുകൾ ഇങ്ങനെ ഉള്ളപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇതായി പോകും. അപ്പോൾ നമ്മളാളെ കയറ്റുമ്പോൾ അവരോട് ഇന്ന സ്ഥലങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും, കിടക്കണം അവിടെ. പക്ഷേ ബസ്സിൻ്റെ മുകളിൽ നിന്ന് ഹിമാലയം കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അത് ഈ പറഞ്ഞ പോലെ പാരാഗ്ലൈഡ് ചെയ്യുന്നത് പോലെയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇത് കേൾക്കുന്നവരുണ്ട് പലരും, അങ്ങനെ ബസ്സിൻ്റെ മുകളിൽ കയറ്റിയിരുത്തി കൊണ്ടുപോയിട്ടുള്ളത്. അതുപോലെ രാത്രി ഗംഗയുടെ തീരത്തിരിക്കുക. അങ്ങനെ ഞങ്ങൾ ക്യാമ്പ് ചെയ്യാറുണ്ട്, ടെൻറ്റ് ചെയ്തിട്ട്. ഈ അവിടെ നമ്മളൊരിക്കലും ഈ ശിവപുരിയിൽ ഋഷികേശ്, അവിടെ ഇപ്പോൾ അവിടെ ഈ ഋഷികേശ് ആ ഭാഗം മുഴുവൻ അതിമനോഹരമായിട്ടുള്ള സ്ഥലം. അത് മുഴുവൻ റെയിൽവേ സ്റ്റേഷന് വേണ്ടിയിട്ട് അവർ അക്വയർ ചെയ്ത് അവിടുന്ന് മുഴുവൻ ഇതൊക്കെ എടുത്ത് എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്. ഒരു വർഷം നമ്മളവിടെ പല വർഷങ്ങൾ ക്യാമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വർഷം ഒരു യോൾ എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. അത് ഈ ഗംഗയിൽ പോയി ചേരുന്നതാണ്. അത് വളരെ സുന്ദരിയായിട്ടുള്ളൊരു ചെറിയ ഇതായിട്ട് ഒഴുകുന്നതാണ് യോൾ. നമ്മൾ രാത്രി മുഴുവൻ സമയം അതിൻ്റെ തീരത്തിരുന്നുണ്ട്. എന്തൊരു ഒരു രസമായിരുന്നു എന്നറിയും. കൊടും തണുപ്പും അതിൻ്റെ ആ ശബ്ദം മാത്രമാണ് അത് നമ്മളെ ഒരു മത്ത് പിടിപ്പിക്കുക, ഒരു ലഹരിയാണത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നത് ഗഞ്ചി അടിച്ചിരിക്കുകയാണ്. അത് ഇതിൻ്റെ 7 അയലത്ത് പോകാത്തത് കൊണ്ട് നമുക്ക് എപ്പോഴും പറയാവുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. പ്രകൃതിയേക്കാൾ വലിയ ലഹരിയൊന്നും വേറെ ഇല്ല അവിടെ. പക്ഷെ അതിൽ ഒന്നുണ്ടാവണം. അതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അത് നമുക്കൊരു സ്പിരിച്വൽ ബെൻഡ് ഉണ്ടെങ്കിലേ ആ വഴിയിലേക്ക് നമ്മൾ വരുള്ളൂ. അത് ഈ ഗ്രന്ഥങ്ങളിലൂടെ ഒന്നും ആവണമെന്നൊന്നുമില്ലേ. അപ്പം ഇങ്ങനെയുള്ള ഓരോന്നും ഒക്കെ വിഭൂതിയാണ്. ഭഗവാൻ തുടർന്ന് പറയണു, ഓരോന്നിനും എണ്ണി പറയുക. മഹർഷീണാം അഹം ഭൃഹു, മഹർഷികളിൽ ഞാൻ ഭൃഗുവാണ്, വാക്കുകളിൽ ഞാൻ പ്രണവമാണ്,
യജ്ഞങ്ങളിൽ ഞാൻ ജപയജ്ഞമാണ്, സ്ഥാവരങ്ങളിൽ ഞാൻ ഹിമാലയമാണ്. നമ്മൾ ഒരിക്കലെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്യണം. ആദി കൈലാസത്തിലേക്കൊക്കെ വരും പറ്റിയ അല്ല പത്തര മാറ്റാണ് എന്ന് പറഞ്ഞാൽ പൊള്യൂട്ടഡ് അല്ല അവിടെ പ്രകൃതി. മറ്റത് കുറേയൊക്കെ അങ്ങനെ ഇതായിട്ടുണ്ട്, പക്ഷേ ഇത് വളരെ ശുദ്ധമാണ്. തുടർന്ന് അശ്വത്ഥ സർവവൃക്ഷാണാം ദേവർഷീണാം ച നാരദ ഗന്ധർവാണാം ചിത്രരഥ സിദ്ധാനാം കപിലോ മുനിഃ. സർവവൃക്ഷാണാം അഹം അശ്വത്ഥഃ. എല്ലാ വൃക്ഷങ്ങളിലും, വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ആരാണ് എന്ന് ചോദിച്ചാൽ അരയാൽ വൃക്ഷം ഞാനാകുന്നു. അരയാൽ വൃക്ഷത്തിന് ഒരു മന്ത്രമുണ്ട്. എന്താണ്? മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണേ അഗ്രത ശിവരൂപായ വൃക്ഷരാജായതേ നമഃ. വൃക്ഷരാജാവ്, വൃക്ഷങ്ങളിൽ രാജാവാണ്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് എന്തു വേണം? ഒരു ആല് വേണം എന്ന് പറയും. അപ്പോൾ ആല് വേണം, ആലിന് തറ വേണം എന്നൊന്നുമില്ല, അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ദേവർഷീണാം നാരദ, ദേവർഷി നാരദൻ, ദേവർഷികളിൽ ഞാൻ നാരദനാകുന്നു. നാരദൻ എന്ന് പറഞ്ഞാൽ പരമാത്മ ജ്ഞാനം നൽകുന്നവൻ. നാരം ദദാതി ഇതി നാരദ എന്നാണ്, അല്ലാതെ ഏഷണിക്കാരൻ എന്നാൽ. നമ്മൾ അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കി വെച്ചത്. നാരം ദദാതി, ജ്ഞാനത്തെ നൽകുന്നവൻ. നാരം പരമാത്മവിഷയകം ജ്ഞാനം നാരം ഇതി ഉച്യതേ. പരമാത്മാവിനെ സംബന്ധിക്കുന്ന ജ്ഞാനത്തെയാണ് നാരം എന്ന് പറയുന്നത്. അതാണ് നാരദൻ നൽകുന്നത്. അപ്പോൾ ദേവർഷീണാം നാരദ, ദേവർഷികളിൽ ഞാൻ നാരദനാണ്. ഗന്ധർവാണാം, ഗന്ധർവന്മാരിൽ ഞാൻ ചിത്രരഥ, ചിത്രരഥൻ ഞാനാകുന്നു. സിദ്ധാനാം, സിദ്ധന്മാരിൽ കപിലഃ മുനിഃ അഹം ച, കപിലമുനി ഞാനാകുന്നു. ഉച്ചൈശ്രവസമശ്വാനാം വിദ്ധി മാമൃതോദ്ഭവം ഐരാവതം ഗജേന്ദ്രാണാം നരാണാം ച നരാധിപം. അശ്വാന, കുതിരകളിൽ, അമൃതോദ്ഭവം ഉച്ചൈശ്രവസം, ഉച്ചൈശ്രവസം അമൃതോടുകൂടി ആവിർഭൂതമായിട്ടുള്ള ആ ഉച്ചൈശ്രവസ് ആരാണത്? പിന്നെ അത് ഇന്ദ്രൻ്റെ കുതിരയാണ്. ഇന്ദ്രനാണ് അതിനെ സ്വീകരിക്കുന്നത്, ആ ഇന്ദ്രൻ്റെ കുതിര. ഗജേന്ദ്രാണാം ഐരാവതം, ആനകളിൽ ഞാൻ ഐരാവതം ഞാനാണ്, അതും ഇന്ദ്രൻ്റെയാണ്. നരാണാം, മനുഷ്യന്മാരിൽ നരാധിപം, രാജാവ് ഞാനാണ് എന്ന് മാം, എന്നെ അറിഞ്ഞാലും വിധി, മനസ്സിലാക്കും. തുടർന്ന് ആയുധാനാമഹം വജ്രം ധേനൂനാമസ്മി കാമധുഗ് പ്രജനശ്ചാസ്മി കന്ദർപ്പഃ സർപ്പാണാമസ്മി വാസുകി. അഹം, ഞാൻ, ആയുധാനാം, ആയുധങ്ങളിൽ വജ്രം, വജ്രായുധം ഞാനാണ്. ധേനൂനാം കാമധുഗ്, പശുക്കളിൽ ഞാൻ കാമധേനുവാണ്. പശു ഓരോ പശുവും കാമധേനുവാന്നാണ് പറയുന്നത്. ആണ് പശുവിനെ കണ്ടാൽ നമസ്കരിക്കണം എന്നാണ്. ഗാം ച ദൃഷ്ട്വാ നമസ്കൃത്യ കൃത്വാ ചൈവ പ്രദക്ഷിണം പ്രദക്ഷിണീകൃതാ തേന സപ്തദ്വീപാ വസുന്ധര സർവകാമദുഃഖേ ദേവി സർവതീർത്ഥാഭിഷേചിനി പാവനേ സുരഭിശ്രേഷ്ഠേ ദേവി തുഭ്യം നമോസ്തുതേ. ആണ് പശുവിനുള്ള നമസ്കാരം. എല്ലാ പശുക്കളും കാമധേനുവിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ധേനൂന, പശുക്കളിൽ കാമധുഗ് അസ്മി, ഞാൻ കാമധേനു ആകുന്നു. കന്ദർപ്പ അസ്മി, പ്രജന കന്ദർപ്പ അസ്മി. ഈ പ്രജന
പ്രജനന പ്രക്രിയയിൽ, സന്താനോൽപാദന പ്രക്രിയയിൽ ഞാൻ ആരാണ്? കന്ദർപ്പാസ്മി, കാമദേവൻ ഞാനാണ്. സർപ്പാണ്, സർപ്പങ്ങളിൽ വാസുകി, ഞാൻ വാസുകിയാണ്. നീർക്കോലിയൊന്നും അല്ല ഞാൻ എന്ന് പറയാം. പക്ഷെ കേമൻ എല്ലാം വിശേഷപ്പെട്ടതാണ്. എല്ലാറ്റിലും ഞാനുണ്ട്. ഞാൻ തന്നെയാണ് എല്ലാമായിരിക്കുന്നത്. അനന്തശ്ചാസ്മി നാഗാനാം വരുണോ യാതസാമഹം പിതॄണാമര്യമാ ചാസ്മി യമഃ സംയമതാമഹം. അഹം നാഗാനാം, സർപ്പവും നാഗവും തമ്മിൽ എന്താ? ഈ നാഗം എന്ന് പറയുന്നതിന് സംസ്കൃതത്തിൽ പറയുമ്പോൾ വിഷമില്ലാത്തത് എന്നാണ്. മറ്റത് വിഷമുള്ളതാണ്. വാസുകിയൊക്കെ വിഷമുള്ളതാണ്, കാളകൂടം പോലുള്ള വിഷമുള്ളതാണ്. മറ്റേത് ഇതിലുണ്ടല്ലോ നീർക്കോലി, ചേര മുതലായിട്ടുള്ളതൊക്കെ വിഷമില്ലാത്തതാണ്. അതിൽ അനന്തൻ, ആദിശേഷൻ ഞാനാണ്. അഹം യാതസാം, ഞാൻ ഈ ജലജീവികളിൽ വരുണഃ അസ്മി, വരുണൻ ഞാനാണ്. അഹം പിതൃണാം, പിതൃക്കളിൽ അര്യമാ, അര്യമാവ് ഞാനാണ്. സംയമത, ദണ്ഡനീതി നടത്തുന്നതിൽ യമ, കാലം എന്ന് പറയുന്നത് ഞാനാകുന്നു. തുടർന്ന് ഇനിയും കുറേ ആളുകളുടെ കുറേ വിവരണങ്ങൾ ഇവിടെ നടത്തുന്നു. നമുക്കത് നാളെ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.